നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയ അപേക്ഷ നൽകാനുള്ള വെബ്സൈറ്റ് അങ്ങനെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. സൈറ്റിന്റെ തകരാർ പരിഹരിച്ച് ഇന്ന് പുലർച്ചെ മുതലാണ് പ്രവർത്തനക്ഷമമായത്. ഏതായാലും വിദ്യാർത്ഥികൾക്ക് അല്പം ആശ്വാസമായിട്ടുണ്ട്. പുനർമൂല്യനിർണ്ണയത്തിന് ഈ മാസം 6 വരെ അപേക്ഷിക്കാം. വെബ്സൈറ്റിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാതെ വന്നതോടെ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ ഇരിക്കുകയായിരുന്നു. അതിനിടയിലാണ് കാര്യങ്ങൾ ഒന്ന് പരിഹരിക്കപ്പെട്ടത്. അതുകൊണ്ട് ഇപ്പോൾ താൽക്കാലിക വിരാമമായിട്ടുണ്ട് ഈ പ്രതിഷേധത്തിനൊക്കെ. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് മാസപ്പടിയിലേക്ക് തന്നെയാണ്. വീണ വിജയന് സമൻസ് അയക്കുന്നതിൽ ED തീരുമാനം എന്തായിരിക്കുമെന്ന ഒരു ആകാംക്ഷ വല്ലാതെയുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച് ഒരുപക്ഷെ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഉണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഇന്ന് രാവിലെ കണ്ണുടക്കിയത് യോഗനാഥത്തിലെ വെള്ളാപ്പള്ളിയുടെ ലേഖനത്തിലാണ്. ക്യാപ്റ്റനായും കാരണഭൂതനായും 10 വർഷക്കാലം വാനോളം പുകഴ്ത്തിയിട്ട് പിണറായിയെ കഷ്ടകാല സമയത്ത് കൈവിട്ടോ നിങ്ങൾ എന്നാണ് വെള്ളാപ്പള്ളി സഖാക്കളോട് ചോദിക്കുന്നത്. ഒപ്പം തോൽവിക്ക് കാരണമായ ന്യൂനപക്ഷ ഏകീകരണവും വെള്ളാപ്പള്ളി ആവർത്തിക്കുന്നുണ്ട് കേട്ടോ ലേഖനത്തിൽ. അതിൻ്റെ പ്രതികരണങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാം. ഇനി നിയമസഭയിലേക്ക് വന്നാൽ ഇന്ന് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പാണ്. അതുതന്നെയാണ് ഇന്നിപ്പോൾ സഭയുടെ പ്രധാന അജണ്ട. മത്സരമുണ്ടെങ്കിലും ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യം ഉറപ്പാണല്ലോ. അങ്ങനെ വാർത്താസമ്പന്നമായ ഒരു ദിവസമാണ് ഇന്ന്. അതിലേക്കൊക്കെ വരാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സാങ്കേതിക തകരാറിന് പരിഹാരം. CBSE പുനർമൂല്യനിർണ്ണയ അപേക്ഷ നൽകാനുള്ള വെബ്സൈറ്റിന്റെ പ്രവർത്തനം തുടങ്ങി. ശനിയാഴ്ച വരെ അപേക്ഷിക്കാം. പാളിച്ചകൾ വിലയിരുത്താൻ വിദ്യാഭ്യാസ പാർലമെന്ററി സമിതി ഇന്ന് പരിശോധിക്കും. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ. ഇടതുപക്ഷത്ത് നിന്ന് മുഹമ്മദ് മുഹ്സീൻ. BJP വിട്ടുനിൽക്കും. പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസ് ഇന്ന് ഉണ്ടാകും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ചയും തുടങ്ങും. മാസപ്പടി കേസിൽ വീണ വിജയനെതിരായ അന്വേഷണം തുടരാൻ ED. വീണയെ വിളിപ്പിക്കുക. റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം. ഭാഗിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇസ്രയേലും ഹിസ്ബുള്ളയും. ധാരണ ട്രംപിന്റെ ഇടപെടലിന് പിന്നാലെ. വെടിനിർത്തൽ സ്ഥിരീകരിച്ച് ബെന്യാമിൻ നെതന്യാഹു. തെക്കൻ ലെബനോണിൽ ആക്രമണം തുടരും. ഗാസ ലെബനോൺ ആക്രമണം US ഇറാൻ സമാധാന ചർച്ചകളെ ബാധിക്കുമെന്ന് ഇറാൻ സ്പീക്കർ. തൃശൂർ അയ്യന്തോൾ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന് നാളെ തുടക്കം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഇന്ന് എത്തും. കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം. പിണറായി വിജയന് പിന്തുണയുമായി വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ. തോൽവിയുടെ ഉത്തരവാദിത്വം ഒരാളുടെ മേൽ കെട്ടിവെക്കുന്നത് ശരിയല്ലെന്ന് യോഗനാഥത്തിൽ വെള്ളാപ്പള്ളി. പാർട്ടി ഓഫീസുകൾ ദല്ലാളുമാരും കച്ചവടക്കാരും കൈയടക്കി. ക്രിസ്ത്യൻ മുസ്ലിം പ്രീണനവും CPI സൃഷ്ടിച്ച പ്രശ്നങ്ങളും തിരിച്ചടിയായെന്നും വിമർശനം. CBSE +2 പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷ നൽകാനുള്ള വെബ്സൈറ്റിലെ തകരാറുകൾ പരിഹരിച്ചു. ഇന്ന് മുതൽ 6-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാം. അതേസമയം പാർലമെന്റിന്റെ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിഷയം പരിശോധിക്കും. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ദിവസങ്ങളായി തുടരുന്ന +2 പുനർമൂല്യനിർണ്ണയ അപേക്ഷ നൽകാനുള്ള വെബ്സൈറ്റിന്റെ തകരാറ് അത് മുഴുവനായും പരിഹരിച്ചു കഴിഞ്ഞോ? എന്താണ് ഏറ്റവും പുതിയ ഒരു വിവരങ്ങൾ? അത് ഏത് വിധത്തിലാണ്? CBSE +2 പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയത്തിനുള്ള വെബ്സൈറ്റ് നിലവിൽ പ്രവർത്തനക്ഷമമാണ്. അത് ആ വെബ്സൈറ്റിലൂടെ വിദ്യാർത്ഥികൾക്ക് പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷ നൽകാം എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രാലയവും ഒപ്പം CBSEയും അറിയിച്ചിട്ടുള്ളത്. തുടർച്ചയായി പുനർമൂല്യനിർണ്ണയത്തിനുള്ള വെബ്സൈറ്റിൽ തകരാറുകൾ നേരിട്ടിരുന്നു. അത് പരിഹരിച്ചു എന്ന് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചുവെങ്കിൽ പോലും പിന്നീടും വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക തകരാർ നേരിടുകയും പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് വിദഗ്ധർ ഇടപെട്ടുകൊണ്ട് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് വെബ്സൈറ്റിലെ പ്രശ്നങ്ങൾ നിലവിൽ പൂർണ്ണമായും പരിഹരിച്ചിട്ടുള്ളത്. വെബ്സൈറ്റിലൂടെ ഈ മാസം 6-ാം തീയതി വരെ
+2 പുനർമൂല്യനിർണ്ണയത്തിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പരാതിയോ ആശങ്കയോ ഉള്ള വിദ്യാർത്ഥികൾക്ക് CBSE-യുമായി ബന്ധപ്പെടാൻ പ്രത്യേക ഹെൽപ്പ് ലൈൻ നിലവിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും പരാതികളോ അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിൽ വീണ്ടും തകരാറോ നേരിടുകയാണെങ്കിൽ ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെടാം എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ഈ സംഭവം CBSE കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. ഈ പരീക്ഷാ നടത്തിപ്പിന് കരാർ നൽകിയിട്ടുള്ള കോംപ്റ്റ് കമ്പനിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ ഉണ്ടാകും. അതിന് കരാർ നൽകിയതിൽ വീഴ്ചകൾ സംഭവിച്ചു എന്നൊരു പ്രാഥമിക വിലയിരുത്തൽ നിലവിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലുണ്ട്. അതിന് വീഴ്ച വരുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. കാരണം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഈ സാങ്കേതിക തകരാറുകൾ അത് പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് OSM രീതിയുമായി ബന്ധപ്പെട്ടും മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതോടുകൂടിയാണ് കടുത്ത നടപടിയിലേക്ക് ഇപ്പോൾ CBSE കടക്കുന്നത്. ഒപ്പം CBSE +2 പരീക്ഷയിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം വീഴ്ചകളുമായി ബന്ധപ്പെട്ട് ഇന്ന് പാർലമെന്റിന്റെ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിശദമായ പരിശോധന നടത്തും. CBSE മേധാവിയോടും ഒപ്പം വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരോടും നേരിട്ട് ഹാജരാകാൻ സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്നലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന നടത്തിയിരുന്നു. ഇന്ന് CBSE +2 പരീക്ഷയിൽ വന്നിട്ടുള്ള വീഴ്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കാര്യ കമ്മിറ്റി വിലയിരുത്തുന്നത്. മായ. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. CBSE +2 പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷ നൽകാനുള്ള വെബ്സൈറ്റിന്റെ തകരാറുകൾ പരിഹരിച്ചിരിക്കുകയാണ്. അങ്ങനെ കുട്ടികൾക്ക് താൽക്കാലികമായെങ്കിലും അല്പമെങ്കിലും ആശ്വാസമായിരിക്കുകയാണ്. ഇന്നു മുതൽ 6-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. രാവിലെ 9-ന് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ഭരണപക്ഷത്തു നിന്ന് ഷാനിമോൾ ഉസ്മാനാണ് മത്സരിക്കുന്നത്. പ്രതിപക്ഷത്തു നിന്ന് CPI അംഗം മുഹമ്മദ് മുഹ്സീനും മത്സരിക്കും. BJP തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കും. ചോദ്യോത്തരവേള ഒഴിവാക്കിക്കൊണ്ട് 0 അവർ അടിയന്തര പ്രമേയം ശ്രദ്ധ ക്ഷണിക്കലുകളുമാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം M. വിൻസെന്റ് അവതരിപ്പിക്കും. നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ചയും നടക്കും. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, ഇന്നിപ്പോൾ സഭയുടെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെ അല്ലേ? തീർച്ചയായും ഇന്നത്തെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. UDF-ന് അംഗബലം ഉള്ളതിനാൽ തന്നെ 102 MLA-മാരുടെ അംഗബലം ഉള്ളതിനാൽ തന്നെ ഷാനിമോൾ ഉസ്മാനാണ് UDF-ന്റെ ഭാഗത്തു നിന്നും ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുക്കുന്നതിൽ മത്സര രംഗത്തേക്കുള്ളത്. ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. LDF-ഉം മത്സര രംഗത്തുണ്ട്. പട്ടാമ്പി MLA ആയിട്ടുള്ള മുഹമ്മദ് മോഹ്സിനാണ് LDF-ൽ നിന്നും മത്സര രംഗത്തുള്ള സ്ഥാനാർത്ഥി. BJP-ക്ക് കഴിഞ്ഞ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നുവെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ BJP മത്സര രംഗത്തില്ല. അവർ വോട്ടിങ്ങിന്റെ സമയത്ത് വിട്ടുനിൽക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തെ നിയമസഭയിൽ 4ാമത് വനിതാ ഡെപ്യൂട്ടി സ്പീക്കറായാണ് ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ ചുമതലയേൽക്കാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. അതൊരു അപൂർവ നിമിഷം കൂടിയാണ്. സംസ്ഥാനത്ത് 37 വർഷത്തിന് ശേഷം വീണ്ടും ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ കൂടി ഇതിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഐഷ അബായി, നസീഫത്ത് ബീബി, ഒപ്പം തന്നെ ഭാർഗവി തങ്കപ്പൻ തുടങ്ങിയവരായിരുന്നു നേരത്തെ 39 വർഷം മുമ്പ് വരെ നുള്ളിൽ തന്നെ ഇത്തരത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ള വനിതകൾ എന്നതാണ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയമാണ് അവതരണമാണ് ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായുള്ളത്. അതിന്മേൽ 3 ദിവസത്തേക്കാണ് ചർച്ചകൾ നടക്കുന്നത്. ആ ചർച്ചയ്ക്ക് ഇന്ന് തുടക്കം കുറിക്കും. ഇന്ന് ചോദ്യോത്തരവേള ഒഴിവാക്കിക്കൊണ്ടാണ് മറ്റ് നടപടിയിലേക്ക് ഇറക്കിയ 0 അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 0 അവറും ചോദ്യോത്തരവേള ഒഴിവാക്കി 0 അവറും അടിയന്തര പ്രമേയം അടക്കമുള്ള കാര്യങ്ങളുണ്ടാവും. ഇന്ന് എന്താ അടിയന്തര പ്രമേയത്തിൽ എന്ത് വിഷയത്തിലാണ് ചർച്ച വരുന്നത് എന്ന് ഇനി നോക്കി കാണേണ്ടത്. നേരത്തെ നമുക്കറിയാം VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് നിരവധി അടിയന്തര പ്രമേയങ്ങളുമായി എത്തി ഏറെ ചർച്ചാ വിഷയമായി ഏറെ സജീവമായ ചർച്ചകളും നടന്നതാണ്. ഇന്നിപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി എത്തുന്ന സമയത്ത് അടിയന്തര പ്രമേയത്തിൽ എന്തായിരിക്കും കൊണ്ടുവരിക, ഒപ്പം തന്നെ ഇവർ തമ്മിലുള്ള ചർച്ചകൾ ഏത് തരത്തിലായിരിക്കും, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള വാക്കേറ്റങ്ങളൊക്കെ ഏത് തരത്തിലായിരിക്കും, അത് ഇന്നും ഉണ്ടാകുമോ എന്ന കാര്യം ഉൾപ്പെടെ നമുക്ക് അറിയാൻ കഴിയും. എന്തുതന്നെയായാലും 16ാം നിയമസഭയുടെ 1ാം സമ്മേളനത്തിൻ്റെ തുടർച്ചയാണ് എന്നുള്ളത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഒപ്പം തന്നെയാണ് ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിൻ്റെ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകുന്നു എന്നത്.
രജിത്ത്, ഒരു കാര്യം, ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന് ഇന്നിപ്പോൾ നന്ദി രേഖപ്പെടുന്ന വിഷയമൊക്കെ അവതരിപ്പിക്കുകയാണല്ലോ. പക്ഷെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. നയരാഹിത്യ പ്രഖ്യാപനം എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അന്ന് പറഞ്ഞത്. തീർച്ചയായും സജീവമായ ഒരു ചർച്ചയ്ക്ക് തന്നെ ആയിരിക്കും സാധ്യത ഉണ്ടാവുക. ഈ നയപ്രഖ്യാപന സമയത്ത് തന്നെ ഇത്തരത്തിൽ നയരാഹിത്യ പ്രസംഗം എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുക കൂടി ചെയ്തത്. അത് ചർച്ചയിലും അത് സജീവമായി തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ കാര്യക്ഷമമായ ഒരു ചർച്ച തന്നെയായിരിക്കും ഇക്കാര്യത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ 3 ദിവസത്തേക്കാണ് ചർച്ചയുള്ളത്. ഇന്ന് നന്ദി പ്രമേയത്തിന്മേൽ എം വിൻസെൻ്റാണ് ഈ നന്ദി പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സഭയിൽ അവതരിപ്പിക്കുന്നത്. അതിനുശേഷം അതിന്മേൽ ചർച്ചയും തുടരും. ആ ചർച്ച ഇന്ന് തുടക്കം വയ്ക്കുകയാണ്. തുടർന്ന് 2 ദിവസത്തു കൂടി ചർച്ചയുണ്ടാവും. വളരെ സജീവമായ ചർച്ച തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. രജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സഭയുടെ പ്രധാന അജണ്ട ഇന്ന് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. വിവിധ സിനിമാ സംഘടനാ ഭാരവാഹികളുമായി സിനിമാ സാംസ്കാരിക മന്ത്രി PC വിശ്വനാഥ് ഇന്ന് ചർച്ച നടത്തും. വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലാണ് ചർച്ച നടക്കുക. ബജറ്റിന് മുന്നോടിയായാണ് എല്ലാ സംഘടനാ ഭാരവാഹികളുടെയും യോഗം വിളിക്കുന്നത്. അഭിനേതാക്കൾ, നിർമ്മാതാക്കൾ, വിതരണക്കാർ, തിയേറ്റർ ഉടമകൾ, സാങ്കേതിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ള സംഘടനാ പ്രതിനിധികളെയാണ് യോഗത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അമ്മയുടെ തർക്കത്തിലെ സർക്കാർ നിലപാട് ഇന്ന് വ്യക്തമാക്കിയേക്കും. തർക്കത്തിൽ സംഘടനയിലെ മുതിർന്ന അഭിനേതാക്കൾ ഇടപെടണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. മാസപ്പടി കേസിൽ വീണ വിജയനെതിരായ അന്വേഷണം തുടരാൻ ED. വീണയെ വിളിപ്പിക്കുന്നത് റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും. കൂടുതൽ വിവരങ്ങളുമായി കിരൺകുമാർ ചേരുകയാണ്. കിരൺ, മാസപ്പടി കേസ് ഇനി എങ്ങനെയായിരിക്കും ED മുന്നോട്ട് കൊണ്ടുപോവുക? വീണയ്ക്ക് സമൻസ് അയക്കുമോ? ആ കാര്യങ്ങളിലൊക്കെ വലിയൊരു ആകാംക്ഷയുണ്ട് രാഷ്ട്രീയ കേരളത്തിന്. എന്തിനാണ് സാധ്യത? ED കൂടുതൽ ഒരു സമയമെടുക്കുകയാണോ? ചുരുങ്ങിയത് വെള്ളിയാഴ്ച വരെയെങ്കിലും. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനകൾക്കിടെ ED പിടിച്ചെടുത്ത പല ഡിജിറ്റൽ രേഖകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ എല്ലാം തന്നെ ശാസ്ത്രീയമായ പരിശോധനകളും വിശദമായ പരിശോധനകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെയുള്ളൊരു നീക്കമാണ് ഈ പരിശോധനകൾ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗത്തുനിന്ന് EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് ചോദ്യം ചെയ്യലിനുള്ള ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം തന്നെയാണ് പ്രധാനമായിട്ടും EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിനിടയിൽ തന്നെയായിരുന്നു CMRL ഈ അന്വേഷണം തടസ്സപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഈ അന്വേഷണം താൽക്കാലികമായിട്ട് സ്റ്റേ ചെയ്യണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു CMRLന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഈ ഹർജി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിശദമായി വാദം കേൾക്കുകയും പിന്നീട് വെള്ളിയാഴ്ച ഇതിൽ വിധി പറയുന്നതിന് വേണ്ടി ഹൈക്കോടതി മാറ്റിയിരിക്കുകയാണ്. ഈ മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൽ അന്തിമ വിധി വരുന്നതിന് മുൻപായി തന്നെ മറ്റ് നടപടികളിലേക്ക് കടക്കണമോ വേണ്ടയോ എന്നുള്ളൊരു കാര്യത്തിലാണ് ED ഇപ്പോൾ ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്നത്. EDയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കാനാണ് ED ഉദ്യോഗസ്ഥർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഉടനെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായിട്ടും CMRL ആണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CMRLനെ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉടനെ ചോദ്യം ചെയ്തില്ലെങ്കിൽ പോലും ഈ കേസിൽ മറ്റൊരു കക്ഷിയായിട്ടുള്ള വീണ വിജയൻ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കം തന്നെയാണ് പ്രധാനമായിട്ടും EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് വെള്ളിയാഴ്ചക്ക് മുൻപായി തന്നെ ചെയ്യണമോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ തന്നെ EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ചില ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ഉടനെ വേണ്ട, വെള്ളിയാഴ്ച ഇതിൽ തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുശേഷം സമൻസ് നൽകി വിളിപ്പിച്ചാൽ മതി എന്നുള്ളൊരു നിഗമനത്തിലേക്കും കൂടി എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സിംഗിൾ ബെഞ്ച് ആദ്യം ഈ ഹർജി പരിഗണിക്കുകയും പിന്നീട് താൽക്കാലികമായി സ്റ്റേ ചെയ്തെങ്കിലും അതിനുശേഷം അന്വേഷണം തുടരാമെന്നുള്ളൊരു ഉത്തരവാണ് ഇട്ടിരുന്നത്. അതിനുശേഷമാണ് CMRL ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ഏതായാലും ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും മറ്റൊരു തീരുമാനം ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ED പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച EDക്ക് അനുകൂലമായിട്ടുള്ളൊരു ഉത്തരവുണ്ടാവും. ആ ഉത്തരവുണ്ടായതിനു ശേഷം മറ്റ് നടപടിയിലേക്ക് കടന്നാൽ മതി എന്ന തരത്തിലുള്ള ചില അഭിപ്രായങ്ങളും ED ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ ഉടനെ
ഒരു തീരുമാനം ED ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ വെള്ളിയാഴ്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ അതിനു മുൻപോ തന്നെ വീണ വിജയൻ അടക്കമുള്ള ആളുകൾക്ക് സമൻസ് നൽകാനും മറ്റുള്ളവരെ, അതായത് CMRLനെ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം പിന്നീട് ചോദ്യം ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കൂടി ഏതായാലും ED എത്തുന്നുണ്ട്. ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഏതായാലും EDയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരോട് കൂടി ആലോചിച്ചതിന് ശേഷം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മായ, കിരണാണ് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ വീണ വിജയനെതിരായ അന്വേഷണം തുടരാൻ തന്നെയാണ് EDയുടെ തീരുമാനം. എന്നിരുന്നാലും ഒരു സമൻസ് അയക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപക്ഷെ വെള്ളിയാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. പിണറായിയെ ക്രൂശിക്കുന്നത് നീതികേടെന്ന് വെള്ളാപ്പള്ളി നടേശൻ. യോഗനാഥം എഡിറ്റോറിയലിലാണ് പരാമർശം. തോൽവിയുടെ ഉത്തരവാദിത്വം പിണറായി വിജയന് മാത്രമല്ല, ലീഡറായും ക്യാപ്റ്റനായും കാരണഭൂതനായും 10 വർഷം വാഴ്ത്തിപ്പാടി. തോറ്റപ്പോൾ ആക്ഷേപശരങ്ങൾ എറിയുന്നു. പാർട്ടി ഓഫീസുകൾ ദല്ലാളുമാരും കച്ചവടക്കാരും കൈയടക്കി. അധികാരലഹരിയിൽ പാർട്ടി നേതാക്കളും അണികളും സാധാരണക്കാരിൽ നിന്ന് അകന്നു. പ്രവൃത്തിദോഷങ്ങളും കുറ്റങ്ങളും കേൾക്കേണ്ടി വരുന്നത് പിണറായി. SNDP മുഖപത്രം യോഗനാഥത്തിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഈ വിമർശനം. ഭാഗിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇസ്രായേലും ഹിസ്ബുള്ള ഭീകര സംഘടനയും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വെടിനിർത്തൽ ധാരണ സംബന്ധിച്ച വിവരങ്ങൾ ട്രൂത്ത് സോഷ്യലിലൂടെ പുറത്തുവിട്ടത്. ഇസ്രായേലിനെ ആക്രമിക്കില്ലെന്ന് ഹിസ്ബുള്ള ഉറപ്പു നൽകിയതായി ട്രംപ് അറിയിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും ചില മധ്യസ്ഥർ മുഖേന ഹിസ്ബുള്ള നേതാക്കളുമായും ട്രംപ് നടത്തിയ തുടർച്ചയായ ചർച്ചകൾക്കും ഇടപെടലുകൾക്കും പിന്നാലെയാണ് മേഖലയിൽ സംഘർഷം കുറയ്ക്കുന്നതിനുള്ള ധാരണയിലേക്ക് ഇരുവിഭാഗവും എത്തിയിരിക്കുന്നത്. ബെയ്റൂട്ടിനും ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾക്കും നേരെ ഇസ്രായേൽ ഇനി ആക്രമണം നടത്തില്ലെന്നും വെടിനിർത്തൽ കരാറിലുണ്ട്. കരാർ നിലവിൽ വന്നതായി സ്ഥിരീകരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തെക്കൻ ലെബനോണിൽ സൈനിക നടപടി തുടരുമെന്ന സൂചനയാണ് നൽകുന്നത്. ബുധനാഴ്ച വാഷിംഗ്ടണിൽ നടക്കുന്ന സമാധാന ചർച്ചകളിൽ വെടിനിർത്തൽ ധാരണ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നത് പരിഗണനയിൽ വരും. അതിനിടെ ലെബനോണിലും ഗാസയിലും ഇസ്രായേൽ തുടർന്ന ആക്രമണങ്ങൾ US ഇറാൻ ചർച്ചകളെ ബാധിക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കറും സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിയുമായ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് വ്യക്തമാക്കി. US ഇറാൻ ചർച്ചകൾ അതിവേഗം പുരോഗമിക്കുന്നുവെന്നും ഉടൻ കരാറിൽ എത്തുമെന്നാണ് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. സമാന്തരമായി ഹോർമൂസ് കടലിടുക്കിൽ അടക്കം ഇറാന്റെ സുപ്രധാന മേഖലകളിൽ US ആക്രമണം തുടരുകയാണ്. അതിനിടെ ഇറാൻ US ചർച്ചകൾ തടസ്സപ്പെടാതിരിക്കാൻ സജീവ ഇടപെടൽ നടത്തുകയാണ് ഖത്തറും ഈജിപ്തും. തമിഴ്നാട് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ ഇന്ന് ഡൽഹിയിൽ പാർട്ടി അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ്. BJP വിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് അണ്ണാമലൈ പാർട്ടി നേതൃത്വവുമായി ചർച്ച നടത്തുന്നത്. പുതിയ പാർട്ടി രൂപീകരിക്കുമോ എന്ന ചോദ്യത്തിന് എല്ലാ കാര്യങ്ങളും 2 ദിവസത്തിനുള്ളിൽ വിശദീകരിക്കാമെന്നായിരുന്നു അണ്ണാമലയുടെ മറുപടി. പാർട്ടി പുനഃസംഘടനയിൽ അണ്ണാമലൈ BJP ദേശീയ ജനറൽ സെക്രട്ടറിയാകും എന്ന സൂചന വരുന്നുണ്ട്. ഇടുക്കി കാഞ്ചിയാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപക കൃഷിനാശം വരുത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാഞ്ചിയാർ കോവിൽമലയിലെ ജനവാസ മേഖലയിൽ എത്തിയ കാട്ടാന ഏലം ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ നശിപ്പിച്ചത്. ഏലം, വാഴ ഉൾപ്പെടെയുള്ള കൃഷികളാണ് ആന നശിപ്പിച്ചത്. തെങ്ങ്, മാവ് എന്നിവ പിഴുതുമറിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയായി മേഖലയിൽ കാട്ടാന സ്ഥിരമായി ഇറങ്ങുന്നുണ്ട്. ഇത്ര അടുത്ത് വരാൻ വന്നു. ഇവിടെ ഒരു 4-5 മണിക്കൂറുകളോളം ഉണ്ടായിരുന്നു ആന. ഞാൻ അതിലെ പട്ടി പറിക്കുന്നവരുടെ ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ ആനയാണ് നിൽക്കുന്നത്. എനിക്കറിയത്തില്ല, എനിക്ക് പിന്നെ ഒന്നും പറ്റിയില്ലെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാത്രി വീടിന് സമീപത്തുകൂടിയാണ് കാട്ടാന കൃഷിയിടത്തിലേക്ക് കയറിപ്പോയത്. കടബാധ്യതയോടും പ്രതികൂല കാലാവസ്ഥയോടും പോരാടി വിളവെടുത്തു തുടങ്ങിയ ഏലച്ചെടികളാണ് കാട്ടാന ചവിട്ടിമെതിച്ച് നശിപ്പിച്ചത്. വീടുകൾക്ക് തൊട്ടടുത്ത് വരെ ആനയെത്തിയതോടെ കോവിൽമലയിലെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ വനം വകുപ്പ് സ്ഥാപിച്ച പ്രതിരോധ സംവിധാനങ്ങൾ പലതും കാര്യക്ഷമമല്ലെന്നാണ് ആക്ഷേപം. ഇവിടുത്തെ ഫെൻസിങ് മൊത്തം ഒന്ന് ശരിയാക്കി തരണം. ഒരു മഴ പെയ്താൽ മതി, ആന കയറി വരുക. ഞാനൊരു വിധവയാണ്, ഞാനും കുഞ്ഞും അസുഖക്കാരിയുമാണ്, ക്യാൻസർ പേഷ്യൻറ്റുമാണ്. ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവിടെ. ഇനി ആന കയറി വന്ന് ഇന്നലത്തെ പോലെ ആന ചവിട്ടി കൊന്നു കഴിഞ്ഞ് ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കാനാണോ എന്ന് എനിക്കറിയില്ല. വനമേഖലയുടെ അതിർത്തിയിൽ ഫെൻസിങ്ങും ട്രെഞ്ചും ഉണ്ടെങ്കിലും ഇതിനെയെല്ലാം മറികടന്നാണ് കാട്ടാന ജനവാസ മേഖലയിലേക്ക് കയറി വരുന്നത്. കൃഷിയിടങ്ങളിൽ നിന്ന് ആനയെ തുരത്താൻ വനം വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അമൃത ന്യൂസ്, ഇടുക്കി.
തൃശൂർ അതിരപ്പള്ളിക്ക് സമാനമായി പാലപ്പള്ളിയിലും വന്യമൃഗശല്യത്തിന് അറുതി വരുത്താൻ വേണ്ട സംവിധാനങ്ങൾ വേണമെന്ന ആവശ്യം ശക്തമാണ്. നിരന്തരം വന്യമൃഗ ശല്യമുള്ള അതിരപ്പള്ളിയുടെ സമീപ പ്രദേശമാണ് പാലപ്പള്ളി. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം വനംവകുപ്പ് മന്ത്രിയെ കണ്ടിരുന്നു. ആനയും പുലിയും അടക്കം നിരവധി വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ എത്തുന്ന പ്രദേശത്ത് കാടും നാടും വേർതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലെന്നാണ് നാട്ടുകാർ ഉയർത്തുന്ന പരാതി. കഴിഞ്ഞ ദിവസമാണ് അതിരപ്പള്ളിയിൽ കർഷകന്റെ ജീവനെടുത്ത ആനയെ തുരത്താൻ വേണ്ട സംവിധാനങ്ങൾ ചെയ്യുമെന്ന് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞത്. ത്രിതല പഞ്ചായത്ത് മീറ്റിംഗിൽ പാലപ്പള്ളി പ്രദേശവാസികളും പങ്കെടുത്തിരുന്നു. അതിരപ്പള്ളിക്ക് സമാനമായി സംവിധാനങ്ങൾ പാലപ്പള്ളിയിലും നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആനയും പുലിയും നിരന്തരം ജനവാസ മേഖലയിലെത്തുന്ന പാലപ്പള്ളിയിൽ ട്രെഞ്ച്, ഫെൻസിംഗ് തുടങ്ങിയ സംവിധാനങ്ങൾ ബലപ്പെടുത്തണമെന്നും RRT സംഘത്തെ രൂപീകരിച്ച കൂടുതൽ പട്രോളിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഞങ്ങളുടെ ആവശ്യം ട്രെഞ്ചുകൾ സ്ഥാപിക്കണം. ആദ്യമായിട്ട് ഒന്നാമത്തെ ആവശ്യം ട്രെഞ്ചുകൾ സ്ഥാപിക്കുക. അതുപോലെ തന്നെ RRT ടീം ഒന്നും കൂടി ശക്തമാക്കുക. പ്രാദേശികമായിട്ടുള്ള അവിടെയുള്ള യുവാക്കൾ ഉൾപ്പെടുത്തി RRT ടീം ഉണ്ടാക്കുക. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കൂടുതൽ പട്രോളിങ്, ഞങ്ങൾക്ക് എല്ലാ ദിവസവും പട്രോളിങ് സൗകര്യം ഏർപ്പെടുത്തുക എന്നൊക്കെയാണ് ഞങ്ങളുടെ ആവശ്യം. അതിരപ്പള്ളിയിലെ ആനയെ തുരത്താൻ സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിക്കുമെന്ന കഴിഞ്ഞ ദിവസം പ്രദേശത്തെത്തിയ വനം വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു. അതിരപ്പള്ളിക്ക് സമാനമായി പാലപ്പള്ളിയിലും കാടും നാടും വേർതിരിക്കുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. അമൃത ന്യൂസ്, തൃശൂർ. തൃശൂർ അതിരപ്പള്ളിയിലെ ജനവാസ മേഖലകളിലെ കാട്ടാന ശല്യം പരിഹരിക്കുന്നതിനുള്ള നടപടികൾക്ക് ഇന്ന് തുടക്കമാവും. ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ സുനികുമാറിന്റെ നേതൃത്വത്തിലാവും വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള ദൗത്യം തുടങ്ങുക. അപകടകാരികളായ 2 കാട്ടാനകളെ കണ്ടെത്തുന്നതിനായി പ്രത്യേക നിരീക്ഷണം നടത്തും. ആനകളെ കണ്ടെത്തിയാൽ മയക്കുവെടി വെച്ച് സ്ഥലത്തുനിന്ന് മാറ്റുന്നതടക്കമുള്ള നടപടികളുടെ കാര്യത്തിൽ പിന്നീടാവും തീരുമാനം ഉണ്ടാവുക. ദൗത്യത്തിന് മുന്നോടിയായി വനം ഉദ്യോഗസ്ഥരുടെയും പൊതുപ്രവർത്തകരുടെയും പഞ്ചായത്ത് അധികൃതരുടെയും യോഗം ചേരാനും തീരുമാനം എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലിലെ സ്വർണം നഷ്ടപ്പെട്ടെന്ന പോലീസ് റിപ്പോർട്ടിനെതിരെ ക്ഷേത്ര ഭരണസമിതി ഇന്ന് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകും. റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണെന്ന് ഭരണസമിതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. തെറ്റായ റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്കും അവർക്ക് വിവരം നൽകിയ ക്ഷേത്രം ജീവനക്കാർക്കും എതിരെ നടപടി വേണമെന്നാണ് ഭരണസമിതിയുടെ ആവശ്യം. വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഇന്ന് തൃശ്ശൂരിൽ എത്തുന്നു. വൈകിട്ട് 5 മണിയോടെ അയ്യന്തോൾ പഞ്ചിക്കൽ ബ്രഹ്മസ്ഥാനത്ത് എത്തുന്ന അമ്മയെ തൃശ്ശൂർ പൗലാവലി പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. നാളെയും മറ്റന്നാളും തൃശ്ശൂർ അയ്യന്തോളിലുള്ള ബ്രഹ്മസ്ഥാനം വാർഷിക മഹോത്സവത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കാനാണ് അമ്മ തൃശ്ശൂരിൽ എത്തുന്നത്. കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് ശേഷം തൃശൂർ അയ്യന്തോൾ ബ്രഹ്മസ്ഥാനത്തെത്തുന്ന സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയെ തൃശൂർ പൗരാവലി പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. 3-4 തീയതികളിൽ രാവിലെ 11 മുതൽ അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം, ഭജന, ധ്യാന പരിശീലനം എന്നിവയുണ്ടാകും. അതിനുശേഷം ഭക്തർക്കായുള്ള അമ്മയുടെ ദർശനം ആരംഭിക്കും. അമ്മയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും ബ്രഹ്മസ്ഥാനത്ത് പൂർത്തിയായി. മഹോത്സവത്തോടനുബന്ധിച്ച് ബ്രഹ്മസ്ഥാനത്ത് ലളിത സഹസ്രനാമാർച്ചന 2 ദിവസങ്ങളിലായി നടക്കും. രാഹുദോഷ നിവാരണ പൂജ, ശനിദോഷ നിവാരണ പൂജ, ഉദയാസ്തമന പൂജ, മഹാഗണപതി ഹോമം എന്നിങ്ങനെ സവിശേഷങ്ങളായ പൂജകളും ചടങ്ങുകളും ഉണ്ടായിരിക്കും. ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത അമൃതശ്രീ അംഗങ്ങൾക്കായുള്ള സാരികൾ, പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള വൃക്ഷത്തൈകൾ എന്നിവയുടെ വിതരണവും അമ്മയുടെ സാന്നിധ്യത്തിൽ നടക്കും. അമൃത ന്യൂസ്, തൃശൂർ. 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം തൃശൂർ ബ്രഹ്മസ്ഥാനത്ത് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി എത്തുന്നത് മക്കൾക്ക് ഊർജം പകരുമെന്ന് ഇരിങ്ങാലക്കുട മഠാധിപതി ബ്രഹ്മചാരി അമോഘ അമൃത ചൈതന്യ പറഞ്ഞു. ജൂൺ മാസം 3-ാം തീയതിയും 4-ാം തീയതിയും രാവിലെ 11 മണിക്ക് ശേഷം അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിൽ അമ്മയുടെ ധ്യാന പരിശീലനം, സത്സംഗം, ഭക്തിഗാനസുധ എന്നിവയ്ക്ക് ശേഷം അമ്മയുടെ ദർശനം ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ജൂൺ 3-ാം തീയതി രാവിലെ രാഹുദോഷ നിവാരണ പൂജയും 4-ാം തീയതി രാവിലെ ശനിദോഷ നിവാരണ പൂജയും ഉണ്ടായിരിക്കുന്നതാണ്. ഭക്തജനങ്ങൾക്ക് പങ്കെടുക്കാനുള്ള സകലവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായി വരുന്നു. തൃശ്ശൂർ മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ പേരിൽ എല്ലാവരെയും
അമ്മയുടെ ദിവ്യ വചസ്സുകളെ കേൾക്കുവാനും ആ ഭജനയിലൂടെ ശാന്തിയും ആനന്ദവും നുകരുവാനും എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഓം അമൃതേശ്വരി നമഃ. ലോകത്തിന്റെ മുഴുവൻ അമ്മയായ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി തൃശ്ശൂരിലെ ജനങ്ങളെ അനുഗ്രഹിക്കാനായി എത്തുമ്പോൾ അമ്മയുടെ പാദസ്പർശം കൊണ്ട് ഒരിക്കൽ കൂടി ഈ പൂരനഗരി ധന്യമാകുമെന്ന് മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതി പറഞ്ഞു. ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായ മാതാ അമൃതാനന്ദമയി ദേവി അമ്മ തൃശ്ശിവപേരൂരിലെ ജനങ്ങളെ അനുഗ്രഹിക്കാനായി ആ കൃപയുടെ സ്നേഹാശ്ലേഷണം നൽകാനായി ഈ ജൂൺ 2, 3, 4 തീയതികളിലായിട്ട് അയ്യന്തോളിലെ ബ്രഹ്മസ്ഥാന ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി എത്തിച്ചേരുകയാണ്. നിരവധി വർഷങ്ങൾ അമ്മയുടെ പാദസ്പർശം കൊണ്ട് ഈ നഗരി ധന്യമായിട്ടുണ്ട്. ആ അനുഗ്രഹം കൊണ്ട്, കൃപ കൊണ്ട് നമ്മൾ ധന്യരായിട്ടുണ്ട്. പക്ഷേ കോവിഡും മറ്റും മൂലമുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ നിമിത്തം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആ ഒരു ദിവ്യ സാന്നിധ്യം നേരിൽ ഇവിടെ എത്തുന്നത് ഒരിടവേള ഉണ്ടായിരിക്കുകയായിരുന്നു, 6 വർഷത്തെ ഇടവേള. അതിനുശേഷം വീണ്ടും അമ്മ നമ്മുടെ മണ്ണിലേക്ക് എത്തുകയാണ്. ആ ദിവ്യാനുഗ്രഹത്തിന് പാത്രീഭൂതരാകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സജ്ജനങ്ങളെയും എല്ലാ ഭക്തരെയും തൃശ്ശൂർ അയ്യന്തോളിലെ ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഓം നമഃ ശിവായ. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ തൃശ്ശൂർ സന്ദർശനത്തിൽ അതീവ സന്തോഷമുണ്ടെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ പറഞ്ഞു. അമ്മയുടെ വരവിനായി തൃശ്ശൂർ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ അതീവ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെയൊക്കെ കാണുന്നത്. എന്നെപ്പോലെ തൃശ്ശൂരിലെ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അമ്മ വരികയാണ്. 6 വർഷത്തിന് ശേഷം നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയങ്കരിയായ അമൃതാനന്ദമയി അമ്മ തൃശ്ശൂരിലെത്തുന്നു എന്നുള്ള സന്തോഷ വർത്തമാനം. അമ്മ 72 വയസ്സ് കഴിഞ്ഞു എന്നുള്ളത് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രായമല്ല. അമ്മ സ്നേഹം മാത്രമാണ്, കരുണ മാത്രമാണ്. ഈ സാംസ്കാരിക തലസ്ഥാനത്തിന് ഇപ്പോൾ വേണ്ടതും സ്നേഹമാണ്, കരുണയാണ്. അത് നൽകാൻ അമ്മ വരുമ്പോൾ നമ്മളെല്ലാവരും അതീവ സന്തോഷത്തോടെ വളരെ വളരെ താല്പര്യത്തോടെ കാത്തിരിക്കുന്നു. നമുക്ക് ഈ വരുന്ന ജൂൺ 3-ാം തീയതിയും 4-ാം തീയതിയും അമ്മയുടെ ഹൃദയത്തോട് ഒത്തുചേരാം. നമുക്ക് ആ സ്നേഹം പങ്കിടാം, നമ്മുടെ ജീവിതം ധന്യമാക്കാം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ തൃശ്ശൂരിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് പൂങ്കുന്നം ശ്രീരാമകൃഷ്ണ ആശ്രമ മഠാധിപതി സ്വാമി നന്ദാത്മജാനന്ദ പറഞ്ഞു. അമ്മയുടെ പാദസ്പർശത്താൽ ഒരിക്കൽ കൂടി തൃശ്ശൂർ പുണ്യഭൂമിയാകുമെന്നും സ്വാമി പറഞ്ഞു. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആധ്യാത്മിക വ്യക്തിത്വം സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവി തൃശ്ശൂർ സന്ദർശിക്കുകയാണ്. നമുക്കറിയാം, തൃശ്ശൂരിലെ വടക്കുന്നാഥൻ ക്ഷേത്രം ആദിശങ്കരാചാര്യരുടെ ജന്മസ്ഥലത്തിന് കാരണമായ ഒരു ഇടം എന്ന നിലയിൽ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ ഗുരുവായൂർ നിലകൊള്ളുന്നത് തൃശ്ശൂരിലാണ്. ലോകപ്രസിദ്ധമായ പൂരത്തിൻ്റെ സ്ഥലമാണ്. സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുദേവനുമൊക്കെ ഈ സ്ഥലത്തെ സന്ദർശനം കൊണ്ട് പവിത്രഭൂമിയാക്കി തീർത്തിട്ടുണ്ട്. അതുപോലെ ബോധാനന്ദ സ്വാമികളുടെയും പറപ്പൂർ യോഗിനി അമ്മയുടെയും പൂജ്യ രംഗനാഥാനന്ദ സ്വാമികളുടെയും ഒക്കെ ജന്മസ്ഥലമാണ് തൃശ്ശൂർ. ഈ പവിത്രമായ സ്ഥലിയിലേക്ക് അമ്മയ്ക്ക് ഹാർദമായ സ്വാഗതം. കോഴിക്കോടിനെ ഭക്തിസാന്ദ്രമാക്കിയ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവം സമാപിച്ചു. ഇന്ന് പുലർച്ചെ 2 മണിയോടെ ഉത്സവ നഗരിയിലെത്തിയ അവസാന ഭക്തനും ദർശനമേകിയാണ്
സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി വേദിയിൽ നിന്നും മടങ്ങിയത്. ജൂൺ 3, 4 തീയതികളിൽ നടക്കുന്ന അയ്യന്തോൾ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിൽ പങ്കെടുക്കാനായി ഇന്ന് ഉച്ചയോടെ അമ്മ തൃശ്ശൂരിലേക്ക് യാത്ര തിരിക്കും. അമ്മയ്ക്കരികിലേക്ക് ഓടിയെത്തി പൊന്നോമന മക്കൾ. കോഴിക്കോട് മൂഴിക്കൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾഡ് സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അമ്മയെ ഒരു നോക്ക് കാണാനും അനുഗ്രഹം വാങ്ങാനുമായി എത്തിയത്. സാഹചര്യങ്ങൾ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയ ഒരു പറ്റം കുരുന്നുകളെ അറിവിലൂടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ അമ്മ ആരംഭിച്ച പ്രസ്ഥാനമാണ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾഡ് സ്പെഷ്യൽ സ്കൂൾ. വയസ്സുപോലും നോക്കാതെ മുഴുവൻ കുട്ടികളെയും ഏറ്റെടുക്കുന്ന അമ്മ മനസ്സ്. കുട്ടികൾക്ക് സ്കൂളാണ് അവരുടെ ജീവിതം. ചിലപ്പോൾ ഞാൻ പറയും ശ്വാസം എടുത്തു കഴിഞ്ഞാൽ വിടണമെങ്കിൽ അവർക്ക് സ്കൂളിലെത്തണം. എല്ലാ കുട്ടികളും, അത് 1-2 കുട്ടികളുടെ കാര്യം, അല്ലെങ്കിൽ കോഴിക്കോടിലത്തെ കുട്ടികളെ മാത്രമോ അല്ലെങ്കിൽ എറണാകുളത്തെ കുട്ടികളെ മാത്രമോ അല്ല പറയല്ല ഞാൻ. ഏത് കുട്ടികളെ അവർക്ക് സ്കൂള്, അത് അവരുടെ ജീവനാണ് സ്കൂള്. ഈ സ്കൂളിലെ 10ഓളം കുട്ടികളാണ് അമ്മയെ കാണാനും അനുഗ്രഹം വാങ്ങാനുമായി കോഴിക്കോട് ബ്രഹ്മസ്ഥാനത്തേക്ക് എത്തിയത്. ദർശനത്തിനെത്തിയപ്പോൾ മിടുക്കരായി പഠിക്കണമെന്ന് അമ്മ ഓർമ്മിപ്പിച്ചുവെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. അമ്മേനെ കണ്ടിട്ട് എനിക്ക് കുറേ അധികം സന്തോഷമുണ്ട്. അമ്മ നല്ല കാര്യം തന്നെ, നല്ല കാര്യമൊക്കെ പറഞ്ഞത്. സ്കൂള് നല്ല സ്കൂളാണ് അമ്മ പറഞ്ഞ്. പിന്നെ ആ സ്കൂള് നല്ലതുമാതിരി പഠിച്ച് പഠിത്തമായി പോകുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം അമ്മയെ കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷം വിദ്യാർത്ഥികളും മാതാപിതാക്കളും പങ്കുവച്ചു. അമ്മേനെ കാണാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടം. അമ്മേനെ കണ്ടപ്പോൾ സന്തോഷമായി. അമ്മേനെ എവിടെ കാണുകയാണെങ്കിലും സന്തോഷം. അമ്മൻ്റെ സ്കൂളിലാണല്ലോ. ഞങ്ങൾക്ക് മാനേജ് ചെയ്യാനാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന മക്കളാണ്. ഈ സ്കൂളിൽ വന്നതിന് ശേഷമാണ് അവർക്ക് എന്തോ ആത്മീയമായിട്ടാണോ സ്പിരിച്വലായിട്ടുള്ളത് അവർക്ക് വന്നതും തോന്നിയതും ഇപ്പോഴാണ്. അമൃത സ്കൂളിൽ ചേർത്ത് നല്ല വ്യത്യാസമുണ്ട്. അവന് ആദ്യമൊക്കെ വേറെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ചു അവന് പുതിയ സ്കൂളിൽ വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. നല്ലോണം അഡ്ജസ്റ്റ് ചെയ്ത് നല്ലോണം അവർ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ സ്കൂളിൽ നിന്ന് വന്ന് വീട്ടിൽ വന്നാൽ നല്ല വ്യത്യാസമുണ്ട്. അവൻ അമ്മയെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര, എൻ്റെ മോനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷമായി എനിക്ക്. അമൃത ന്യൂസ്, കോഴിക്കോട്. 2 ദിവസം നീണ്ടുനിന്ന കോഴിക്കോട്ടെ ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൽ സന്നദ്ധ സേവന പ്രവർത്തനം കൊണ്ട് വേറിട്ട മാതൃക തീർത്തിരിക്കുകയാണ് അയുധ്. അമ്മയുടെ ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ അയുധിലെ അംഗങ്ങൾ വിശ്രമമില്ലാതെ ഓടുന്ന കാഴ്ചയാണ് കാണാനായത്. ദർശന പുണ്യം തേടിയെത്തുന്നവർക്ക് വേണ്ടി കയ്യും മെയ്യും മറന്നു പ്രവർത്തിക്കുന്ന അയുധ അംഗങ്ങളെയാണ് വേദിക്കകത്തും പുറത്തും കാണാനായത്. ദർശനത്തിനെത്തുന്ന വയോജനങ്ങൾക്ക് വഴികാട്ടിയായും തിരക്കിൽ വഴിയൊരുക്കിയും വീൽ ചെയറിലെത്തുന്ന ഭക്തരെ അമ്മയുടെ അടുത്തെത്തിച്ചും 2 ദിവസവും അയുധ അംഗങ്ങൾ എങ്ങും നിറഞ്ഞു നിന്നു. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ആഗോള യുവജന പ്രസ്ഥാനമാണ് അയുധ്. 13 മുതൽ 30 വയസ്സ് വരെയുള്ള യുവാക്കൾക്കായി പ്രവർത്തിക്കുന്ന സംഘടന കോഴിക്കോട് സജീവ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് അയുധ് ജില്ലാ കോർഡിനേറ്റർ റോമിന പറഞ്ഞു. അമ്മയുടെ ഓർഗനൈസേഷന്റെ അണ്ടറിൽ വരുന്ന യൂത്തിന്റെ വിങ്ങാണ് അയുധ്. അപ്പം ഞങ്ങൾ അമ്മ വരുന്നതിനോടനുബന്ധിച്ചിട്ട് ഈ ആശ്രമത്തിൽ, കോഴിക്കോട് ആശ്രമത്തിൽ ഒരുവിധ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഞങ്ങളെ യുവതലമുറ അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളെല്ലാവരും സേവ കഴിഞ്ഞ് വരികയാണ്. ഉച്ചഭക്ഷണത്തിൻ്റെ സേവ കഴിഞ്ഞ് വരികയാണ്. അന്നക്ഷേത്രത്തിൽ എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി വരികയാണ്. സേവനം, ധ്യാനം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയിലൂടെ വ്യക്തിത്വ വികസനവും സാമൂഹിക പ്രതിബദ്ധതയുമാണ് അയുധിന്റെ രൂപീകരണ ലക്ഷ്യം. ഇത്തവണയും പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈ നടൽ പദ്ധതിക്കായുള്ള തയ്യാറെടുപ്പിലാണ് അയുധാംഗങ്ങൾ. അമൃത ന്യൂസ്, കോഴിക്കോട്. പരീക്ഷാ വീഴ്ചകളിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങി സമൂഹ മാധ്യമത്തിലെ കൂട്ടായ്മയായ കോക്രോച്ച് ജനതാ പാർട്ടി. ശനിയാഴ്ച ഡൽഹിയിൽ ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിന് ഒത്തുചേരാനാണ് ആഹ്വാനം. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങുകയാണ്. ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്നും CJP സ്ഥാപകൻ അഭിജിത് ദിബ്കെ സമൂഹ മാധ്യമത്തിലൂടെ അറിയിക്കുന്നു. ജൂൺ 6 രാവിലെ ഡൽഹിയിൽ എത്തുമെന്നാണ് അഭിജിത് ദിബ്കെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നത്. പ്രതിഷേധ ആഹ്വാനത്തെ തുടർന്നുള്ള നീക്കങ്ങൾ സുരക്ഷാ ഏജൻസികൾ പരിശോധിച്ചു വരുന്നുണ്ട്. നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്?
1.5 വയസ്സുകാരൻ അതിക്രൂരമായ മർദ്ദനം ഏറ്റു എന്നത് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏകദേശം 91 മുറിവുകളാണ് ഈ 1.5 വയസ്സുകാരന്റെ ശരീരത്തുള്ളത് എന്നതാണ്. ഒപ്പം തന്നെയാണ് അതിക്രൂരമായ മർദ്ദനം ഈ അഷ്കറിൽ നിന്നും ഏൽക്കേണ്ടി വന്നു എന്ന കാര്യം കൂടിയുണ്ട്. അഷ്കറിനെതിരെ കൊലക്കുറ്റമടക്കം ചുമത്തുന്നതിലേക്കാണ് അന്വേഷണ സംഘം നീങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതുതന്നെയായാലും വാരിയെല്ലിനും അതുപോലെ തന്നെ നെഞ്ചിനും നെഞ്ചിനുമേറ്റ ചവിട്ടും ഒപ്പം തലക്കുമേറ്റ ചവിട്ടാണ് മരണത്തിന്റെ കാരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നാണ്. വാരിയെല്ലുകൾ പൊട്ടിയിട്ടുണ്ട് എന്നാണുള്ള ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ കുട്ടിയുടെ അമ്മ അഖിലയ്ക്കും കുട്ടിക്ക് ഇയാൾ ക്രൂരമായി മർദ്ദിക്കുന്നതും ഈ സംഭവം സംബന്ധിച്ച അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രേരണാ കുറ്റം ഈ കുട്ടിയുടെ അമ്മയ്ക്കെതിരെ ചുമത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അതിക്രൂരമായ ഒരു മർദ്ദനമാണ് ഈ 1.5 വയസ്സുകാരന് ഏൽക്കേണ്ടി വന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കുട്ടിയെ കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മർദ്ദിച്ചത് എന്നാണ് ഇപ്പോൾ അഷ്കർ മൊഴി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ കൊലക്കുറ്റമടക്കം ചുമത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. SC/ST ആക്ട് പ്രകാരം അത് തടയൽ നിയമപ്രകാരമുള്ള വകുപ്പുകളും ഇയാൾക്കെതിരെ ചുമത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ അതിക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ 1.5 വയസ്സുകാരൻ മരണത്തിന് കീഴടങ്ങിയത് എന്നതാണ്. എന്ത് തന്നെയായാലും ഈ പ്രതി അഷ്കറിനെതിരെ കൊലക്കുറ്റമടക്കം ചുമത്തിക്കൊണ്ട് നീങ്ങാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, രജിത്താണ് വിവരങ്ങൾ നൽകിയത്. നെടുമങ്ങാട്ട് 1.5 വയസ്സുകാരന്റെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കുഞ്ഞിന്റെ ശരീരത്തിൽ 91 മുറിവുകളാണ്. മരണം കാരണം നെഞ്ചിനും തലയ്ക്കുമേറ്റ ക്ഷതമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. വാരിയലിനും പൊട്ടലുണ്ടെന്നാണ് കണ്ടെത്തൽ. മറ്റു വാർത്തകളിലേക്ക്. സുപ്രീം കോടതിയിൽ പുതിയ 5 ജഡ്ജിമാർ ഇന്ന് ചുമതലയേൽക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വിവിധ ഹൈക്കോടതികളിലെ ചീഫ് ജസ്റ്റിസുമാരായിരുന്ന ഷീൽ നാഗു, ശ്രീ ചന്ദ്രശേഖർ, സഞ്ജീവ് സച്ദേവ, അരുൺ പള്ളി, മുതിർന്ന അഭിഭാഷകൻ വെങ്കിട്ട സുബ്രഹ്മണി മോഹന എന്നിവരെയാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയിലേക്ക് നിയമിച്ചത്. പുതിയ ജഡ്ജിമാർ ചുമതലയേൽക്കുന്നതോടെ സുപ്രീം കോടതിയുടെ നിലവിലെ പ്രവർത്തനശേഷി 37 ഉയരും. കേന്ദ്ര നിയമന്യായ മന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ജഡ്ജിമാരുടെ നിയമന നടപടി പൂർത്തിയായ വിവരം അറിയിച്ചത്. പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതികളായ അനിലിന്റെയും സന്ദീപിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ ജൂൺ 5 വെള്ളിയാഴ്ച കോടതി പരിഗണിക്കും. കേസിലെ മറ്റു പ്രതികളായ ഷൈജു, അരുൺ, വിപിൻ എന്നിവരുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. അതേസമയം ഗൺമാൻമാർ ഒളിവിലെന്ന് SIT. 5 പേരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫാണ്. സംസ്ഥാനത്തിന് അകത്തും പുറത്തും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതികൾ മുങ്ങിയത് ആലപ്പുഴ ജില്ലാ കോടതി വളപ്പിൽ നിന്നാണ്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതോടെ പ്രതികളെ നോട്ടീസ് നൽകാതെ അറസ്റ്റ് ചെയ്യാം. ഇതോടെയാണ് ഇവർ ഒളിവിൽ പോയത്. പ്രതിപക്ഷ ഉപനേതാവ് പദവി ആവശ്യപ്പെട്ട് വിട്ടുവീഴ്ച ചെയ്യാതെ CPI നിലപാട് കടുപ്പിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് CPI കത്ത് നൽകി. തീരുമാനം നൽകുന്നതുവരെ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ല എന്നാണ് മുന്നറിയിപ്പ്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഇതുവരെ സംയുക്ത നിയമസഭാ കക്ഷി യോഗം ചേരാനായിട്ടില്ല. പദവി വിട്ടു നൽകില്ല എന്ന് CPM ആവർത്തിക്കുന്നതോടെ LDFൽ അസാധാരണ പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. സ്വയം എഴുന്നേൽക്കാൻ പോലും കഴിയാതെ 3 വർഷമായി ദുരിതക്കിടക്കയിലാണ് തൊടുപുഴ ഞറുകുറ്റി സ്വദേശി അനന്തകൃഷ്ണന്റെ ജീവിതം. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടായ വീഴ്ചയാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം തകർത്തു കളഞ്ഞത്. ഇടിഞ്ഞു വീഴാറായ വാടക വീട്ടിൽ നിന്ന് ജീവിതം തിരികെ പിടിക്കാൻ സുമനസ്സുകളുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുകയാണ് അനന്തകൃഷ്ണൻ. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു തൊടുപുഴ ഞറുകുറ്റി സ്വദേശി അനന്തകൃഷ്ണൻ. 3 വർഷം മുമ്പാണ് ജീവിതം അടിമുടി മാറിയത്. വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോഴുണ്ടായ വീഴ്ച, അതോടെ ജീവിതം കിടക്കയിലായി. നട്ടെല്ലിനുണ്ടായ ക്ഷതത്തിന് 6 മാസത്തെ ചികിത്സ. ഇതിനുശേഷം 2 കാലും നിവർത്താൻ കഴിയാതെ വന്നു. പുറടിച്ചാണ് വീണിട്ട് 2-3 ഹോസ്പിറ്റലിൽ പോയി. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് സർജറി നടന്നത്. പുറത്തൊരു ഇൻഫെക്ഷൻ ഉണ്ട്, ഞരമ്പിനൊരു ചതവ് പറ്റി. അതൊരു ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇൻഫെക്ഷനായി. പിന്നെ കാൽ രണ്ടും കുഴഞ്ഞു കിടപ്പായി പോയി. ഒരു ശസ്ത്രക്രിയയിലൂടെ അനന്തകൃഷ്ണന് എഴുന്നേൽക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇതിന് 10 ലക്ഷം രൂപ ചിലവാകും. ഇപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യണ്ട. ഇഞ്ചക്ഷൻ പറ്റിയില്ലെങ്കിൽ മെഷീൻ ഉണ്ട്, ഒരു പമ്പ് സർജറി കഴിഞ്ഞിട്ട് വരണം.
അതിന് 10 ലക്ഷം രൂപ മുടക്ക് വരുന്നവർ പറഞ്ഞത്. അതാണ് ഈ നൂരുന്ന് പറഞ്ഞ കാല് മസിൽ ഭയങ്കരമായിട്ട് സ്റ്റിഫായി പോയി, ചെറുതായിപ്പോയി മസിൽ. 22 ദിവസം അമൃതയിൽ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. എനിക്ക് കഴിഞ്ഞ ദിവസം വന്നേ ഉള്ളൂ. ഇനി ഒരു 2 മാസം കഴിഞ്ഞ് ഇനിയും പോകണം കൂടെ. അത് പറ്റിയില്ലെങ്കിൽ അത് ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനുണ്ട് 10 ലക്ഷം രൂപ മുടക്ക് വരുന്നതാണ്. ഇടിഞ്ഞു വീഴാറായ വാടക വീട്ടിലാണ് അനന്തകൃഷ്ണന്റെയും ഭാര്യ മേഘയുടെയും താമസം. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആംബുലൻസ് പോലും ഇവിടേക്കെത്തില്ല. മറ്റൊരു വീട്ടിലേക്ക് താമസം മാറാൻ സാമ്പത്തിക ശേഷിയുമില്ല. ചികിത്സ നടത്തണമെങ്കിലും സുമനസ്സുകളുടെ കനിവ് വേണം. നന്മയുടെ കരങ്ങൾ കൈത്താങ്ങാകുമെന്ന പ്രതീക്ഷയിലാണ് അനന്തകൃഷ്ണൻ. അമൃത ന്യൂസ്, ഇടുക്കി. മറ്റു വാർത്തകളിലേക്ക്. KT ജലീൽ CPM അംഗത്വം എടുക്കാനൊരുങ്ങുന്നു. അംഗത്വം എടുത്ത് പാർട്ടിയിൽ KT ജലീൽ ഉടൻ സജീവമാകുമെന്നാണ് അറിയുന്നത്. നേരത്തെ യൂത്ത് ലീഗ് നേതാവായിരുന്ന KT ജലീൽ 2006 നേതൃത്വവുമായി ഇടഞ്ഞ് ഇടത് സഹയാത്രികനാവുകയായിരുന്നു. 2006 മുതൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് 4 വട്ടം MLA ആയെങ്കിലും പാർട്ടി അംഗത്വം എടുക്കാൻ ജലീൽ മുൻപ് താൽപ്പര്യം കാണിച്ചിരുന്നില്ല. കാലാവസ്ഥയിലേക്ക് കടന്നാൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു. വരുന്ന 5 ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. വ്യാഴാഴ്ച തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ 8 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. വെള്ളിയാഴ്ച മധ്യ വടക്കൻ കേരളത്തിലെ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഇന്ന് പത്തനംതിട്ട മുതൽ വയനാട് വരെ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണുള്ളത്. കാലവർഷം നാളെ സംസ്ഥാനത്ത് എത്തിയേക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. പിന്നെ ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് വിപണി വിലയിരുത്തലുകൾ നടത്തുന്നു. ദിലീപ് പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഇന്നും നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിപണിയിൽ നഷ്ടം തുടരുകയാണ്. മുൻനിര സൂചിയായി നിഫ്റ്റി 23,300 എന്ന നിലവാരത്തിനടുത്തേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു നിലവാരം ഭേദിക്കുകയാണെങ്കിൽ തുടർച്ചയായി വിൽപ്പന തുറന്നേക്കാമെന്നുള്ള ആശങ്കയും വിപണിയിലുണ്ട്. സാങ്കേതികമായി ഈ ഒരു നിലവാരം വളരെ പ്രധാനമാണ്. എന്നാൽ മുന്നോട്ടുള്ള നീക്കത്തിന് 23,800 എന്നുള്ള നിലവാരമാണ് പ്രധാനം. ആ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ അതിൻ്റെ സാധ്യത വളരെ കുറവുമാണ്. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരമാണെങ്കിൽ കൂടിയും ആഗോള വിപണികളിൽ മുന്നേറ്റം തുടരുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മുടെ വിപണിയിൽ ഇപ്പോൾ തുടരുന്ന ഈ വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട കാരണം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പന തന്നെയാണ്. ഒരു പരിധിവരെ അത് വിപണിയുടെ താഴോട്ട് നയിക്കുന്നതിൽ സ്വാധീനിക്കുന്നുമുണ്ട്. എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ അനുകൂലമായി വിപണിയിൽ ഇടപെടുന്നുണ്ടെങ്കിൽ കൂടി വിപണിയുടെ ചെറുകിട നിക്ഷേപകരും വിപണിയിൽ ആശങ്കയോടെ ഇടപെടുന്നത് വിപണിയുടെ താഴ്ചയ്ക്ക് അല്ലെങ്കിൽ വിപണിയിൽ വിൽപ്പനയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും വിപണിയുടെ നീക്കം താഴോട്ട് തന്നെയായിരിക്കും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. വിപണിയിലെ ഏറ്റക്കുറച്ചുകളെ സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് സൂചികയിൽ ഇന്നലെയും മുന്നേറ്റം തുടർന്നു. ഇത് കാണിക്കുന്നതും വരും ദിവസങ്ങളിൽ വിപണിയിൽ വിൽപ്പന തുറന്നേക്കും അല്ലെങ്കിൽ വിപണിയിൽ ആശങ്ക നിലനിൽക്കുന്നു എന്നാണ്. എന്തായാലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ തുടരാനാണ് സാധ്യത. കഴിഞ്ഞ വരും ദിവസങ്ങളിൽ റിസർവ് ബാങ്കിൻ്റെ പണനയ അവലോകനവുമായി ബന്ധപ്പെട്ടും രാജ്യത്തിൻ്റെ ധനസ്ഥിതിയെ സംബന്ധിച്ചും സാമ്പത്തിക അടിത്തറയെ സംബന്ധിച്ചും എല്ലാം ഉള്ള റിസർവ് ബാങ്കിൻ്റെ കാഴ്ചപ്പാടുകളും വിലയിരുത്തലുകളും ഉണ്ടാവും. അതായിരിക്കും വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. മറ്റൊന്ന് US ഇറാൻ തമ്മിലുള്ള സമാധാന കരാറുമായി ബന്ധപ്പെട്ടുള്ള പുരോഗമനമായിരിക്കും. അതിലൊരു പലതരത്തിലും ഒരു തീരുമാനമാകാതെ നീങ്ങുന്നതും വിപണിയെ സ്വാധീനിക്കുന്നുണ്ട്. കാരണം എണ്ണവിലയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ വില $90 താഴെ നീ വ്യാപാരം തുടരുന്നൊരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ അത് രാജ്യത്തിൻ്റെ പണപ്പെരുപ്പത്തെ സാരമായി ബാധിച്ചേക്കും എന്നുള്ള വിലയിരുത്തലാണ് വിപണിയിലുള്ളത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് വിപണിയിൽ ഇപ്പോൾ തുടരുന്ന വിൽപ്പനയും. എന്തായാലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ തുടരണം. ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. മറ്റു വാർത്തകൾ നോക്കാം. കോടികൾ ഒഴുകി, പക്ഷേ അഷ്ടമുടിയിലെ മാലിന്യം ഇനിയും ഒഴിഞ്ഞില്ല. സംരക്ഷണത്തിൻ്റെ പേരിൽ 9 കോടിയിലധികം രൂപ ചെലവിട്ടിട്ടും ദുർഗന്ധത്തിനും മലിനീകരണത്തിനും വീർപ്പുമുട്ടുകയാണ് കൊല്ലം അഷ്ടമുടിക്കായൽ. ഇതിനിടെ പൊതുജനാരോഗ്യത്തിന് തന്നെ ഭീഷണിയായ ബാക്ടീരിയകളുടെ സാന്നിധ്യവും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്.
കോടികൾ ചെലവായത് എവിടെയാണ്? നടന്നത് വികസനമാണോ അതോ ധൂർത്താണോ? പദ്ധതികളിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി. സംരക്ഷണത്തിന്റെ പേരിൽ പേരുകൾ മാറി മാറി പദ്ധതികൾ വന്നു, കോടികൾ ചെലവായി. പക്ഷേ അഷ്ടമുടി ഇന്നും മാലിന്യക്കൂമ്പാരത്തിനിടയിൽ ശ്വാസം മുട്ടുകയാണ്. കൊല്ലം കോർപ്പറേഷന്റെ മുൻ ഭരണസമിതി 2020 മുതൽ 2025 വരെ അഷ്ടമുടി സംരക്ഷണത്തിനായി ചിലവഴിച്ചത് 9 കോടിയിലധികം രൂപ. എന്നാൽ ആശ്രാമം, ലിങ്ക് റോഡ് മുതൽ KSRTC ഭാഗം വരെ ഇന്നും ദുർഗന്ധം നിറഞ്ഞ അവസ്ഥ. നവീകരിക്കുമെന്ന് പറഞ്ഞ 50 കടവുകൾ പാതി വഴിയിൽ. പദ്ധതിയുടെ ഭാഗമായ മ്യൂസിക്കൽ ഫൗണ്ടൻ ഉപേക്ഷിക്കപ്പെട്ടു. കായലിന്റെ ആഴം കൂട്ടാൻ കരയിലേക്ക് കോരിയിട്ട ചെളി വീണ്ടും കായലിലേക്ക് തന്നെ ഒഴുകിയിറങ്ങുന്നു. കോടികൾ ചെലവഴിച്ചിട്ടും ഫലം എവിടെ? മൂക്കുപൊത്താതെ കായൽ തീരത്ത് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയെന്നാണ് നാട്ടുകാരുടെ പരാതി. വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് കായലോരത്ത് പ്രവർത്തിച്ച സ്ഥാപനങ്ങൾ പോലും ദുർഗന്ധത്തിൽ പ്രതിസന്ധിയിലായി. മാലിന്യം നീക്കിയെന്ന അവകാശവാദങ്ങൾക്കിടയിലും അഷ്ടമുടിയുടെ യഥാർത്ഥ ചിത്രം ഇപ്പോഴും അതിദയനീയം. ഈ ജീവനാണ് അഷ്ടമുടിക്ക് അവിടെ ഒരു മേയറുടെ പേര്, ഡെപ്യൂട്ടി മേയറുടെ പേര്, ഇതൊക്കെ മാത്രം ഇപ്പോൾ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെയാണോ ഒരു പദ്ധതി നമ്മൾ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഭരണ സംവിധാനം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ ഇത് വൻ അഴിമതിയാണ് ഇതിൻ്റെ പേരിൽ ഉണ്ടായിരിക്കുന്നത്. ശക്തമായി ഇതിന് ഇപ്പോൾ അറിയാം, പുതിയൊരു ഭരണം വന്നിരിക്കുകയാണ്. ഭരണപരിഷ്കാരങ്ങളൊന്നും നടന്നിട്ടില്ല, എല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമുക്ക് മഴക്കാലപൂർവ്വ ശുചീകരണം പോലും നടത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് കൊല്ലം കോർപ്പറേഷൻ. ഇതിനിടെയാണ് ആശങ്ക ഇരട്ടിയാക്കുന്ന ശാസ്ത്രീയ കണ്ടെത്തൽ പുറത്തുവരുന്നത്. കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ ഗവേഷണ വിഭാഗം നടത്തിയ പഠനത്തിൽ പൊതുജനാരോഗ്യത്തിന് ഗുരുതര ഭീഷണിയായ ആന്റിബയോട്ടിക് പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യം ഇവിടുത്തെ ജലത്തിൽ കണ്ടെത്തി. ഇതോടെ ചോദ്യങ്ങൾ കടുക്കുന്നു. 9 കോടി രൂപ എങ്ങനെ ചെലവഴിച്ചു? പദ്ധതികൾ എവിടെയെത്തി? ഉത്തരവാദികൾ ആരൊക്കെ? തീരദേശ വികസന കോർപ്പറേഷനും മൈനർ ഇറിഗേഷൻ വകുപ്പും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ സമഗ്രമായ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. അതേസമയം ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതി നിർവഹണമാണ് അഷ്ടമുടിയുടെ അവസ്ഥ കൂടുതൽ മോശമാക്കിയതെന്നാണ് നിലവിലെ ഭരണസമിതിയുടെ വിശദീകരണം. കോടികൾ ചെലവായിട്ടും അഷ്ടമുടി ഇന്നും ചോദിക്കുന്നത് ഒരു ചോദ്യം മാത്രം: സംരക്ഷണ പദ്ധതികൾ കടലാസിൽ മാത്രമായിരുന്നോ? പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. കോടികൾ ചെലവിട്ട് നിർമ്മാണം ആരംഭിച്ച സർക്കാർ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ പണി പാതി വഴിയിലാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ സംഭരണശാലയ്ക്കായി നിർമ്മിക്കുന്ന കെട്ടിടമാണ് മാസങ്ങളായി സാമൂഹ്യ വിരുദ്ധരുടെയും ലഹരി മാഫിയകളുടെയും താവളമായി മാറിയത്. നിലവിൽ വണ്ടാനം പോസ്റ്റ് ഓഫീസിന് പടിഞ്ഞാറ് ഭാഗത്തായാണ് സംഭരണശാല പ്രവർത്തിക്കുന്നത്. ഇത് മാറ്റി സ്ഥാപിക്കുന്നതിനായി 2 വർഷം മുൻപാണ് നീർക്കുന്നം കളപ്പുരക്കൽ ക്ഷേത്രത്തിന് എതിർവശത്തായി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ കഴിഞ്ഞ കുറേ മാസമായി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയാണ്. ഇതോടെ കെട്ടിടം ലഹരി മാഫിയകളുടെ താവളമായി മാറി. സന്ധ്യ കഴിഞ്ഞാൽ നിരവധി പേരാണ് ലഹരി ഉപയോഗത്തിനായി കെട്ടിടത്തിനുള്ളിൽ തമ്പടിക്കുന്നത്. കൂടുതലും യുവാക്കളും വിദ്യാർത്ഥികളുമാണ് എത്തുന്നത്. പലതവണ പോലീസിൽ പരാതിപ്പെട്ടിട്ടും പട്രോളിങ്ങിനായി പോലീസ് ഈ വഴിക്ക് വരാറില്ല. കെട്ടിടത്തിന് ചുറ്റും കാട് പിടിച്ച നിലയിലാണ്. ചിലപ്പോൾ പകൽ സമയങ്ങളിലും ഇവിടെ ലഹരി ഉപയോഗത്തിനായി യുവാക്കൾ എത്താറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. അടിയന്തരമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചാൽ കെട്ടിടത്തിന് ശാപമോക്ഷം ലഭിക്കും. മുൻ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് കെട്ടിട നിർമ്മാണം നിലച്ചത്. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതോടെ കെട്ടിടത്തിന്റെ നിർമ്മാണം പുനരാരംഭിക്കും എന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. അമൃത ന്യൂസ്, ആലപ്പുഴ. മാനസിക പിരിമുറുക്കങ്ങളെ കോഫി കുടിച്ചുകൊണ്ടും സംസാരിച്ചും പാട്ടുകേട്ടുമൊക്കെ ഇല്ലാതാക്കുന്ന ഒരിടമുണ്ട് തിരുവനന്തപുരത്ത്. അതാണ് കാപ്പിനസ്. കോഫിയും ഹാപ്പിനെസ്സും കൂട്ടിമുട്ടിയാൽ അത് കാപ്പിനസ് ആകും. ഇന്ത്യയിലെ ആദ്യത്തെ മെൻ്റൽ ഹെൽത്ത് കഫേയുടെ വിശേഷങ്ങൾ കാണാം ഇനി. അരണ്ട വെളിച്ചവും അലറിക്കരച്ചിലും മാത്രമായിരുന്ന മാനസികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് പുതിയ മുഖച്ഛായ കൊണ്ടുവരികയാണ് കാപ്പിനസ്. വിശാലമായ ഒരു വീട്, അതിനു ചുറ്റിലും അകത്തുമായി ഒരുക്കിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഇടങ്ങൾ. പ്രകൃതിയോടിണങ്ങി പഴമയെയും പുതുമയെയും മനോഹരമായി സംയോജിപ്പിച്ചാണ് ഓരോ ഇടങ്ങളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മഡ് ഹൗസും ഗാർഡൻ ഓയാസിസും
ഗാർഡൻ റിട്രീറ്റുമൊക്കെ ഇവിടെ എത്തുന്നവരുടെ പ്രിയപ്പെട്ട ഇടങ്ങളാകുന്നതും അതുകൊണ്ട് തന്നെ. സംഗീതവും വായനയും ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ ഇവിടേക്ക് വരാം. ഭിത്തിയിൽ പ്രശസ്ത സംഗീതജ്ഞരുടെ ചിത്രങ്ങൾ, ഒപ്പം സ്പോട്ടിഫൈയുടെ ചിഹ്നം. പുസ്തകങ്ങൾക്കിടയിൽ ടേപ്പ് റെക്കോർഡറും അരികിലൊരു ബീൻ ബാഗും. പുസ്തകത്താളുകളിലും സംഗീതത്തിലും ആശ്വാസം കണ്ടെത്തുന്നവർക്കായി കാപ്പിനസിൽ ഇങ്ങനെയൊരു മ്യൂസിക് സോണുമുണ്ട്. ഇത് മാത്രമല്ല കാപ്പിനസ്. ഇവിടെ വരുന്ന ആൾക്കാർ എല്ലാവരും തന്നെ സെഷൻസ് എടുക്കാൻ വരുന്നവരല്ല. ഇവിടെ നമുക്ക് കഫേ ഉണ്ട്, ഇവിടെ ഒരു കോഫി കുടിച്ചോ, നമുക്കിവിടെ കൊമ്പൂച്ച ഉണ്ട്, അത് കുടിച്ചിരിക്കാൻ വരുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെൽനസ് റിലേറ്റഡ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസ് ഇവിടെ നടക്കും. പുറത്തുനിന്ന് പലരും ഇങ്ങോട്ട് പല ആക്ടിവിറ്റീസിനായിട്ട് വരാറുണ്ട്. ഇവിടെ ഒരു മ്യൂസിക് സ്പേസ് ഉണ്ട്, അപ്പോൾ അവിടെ പാട്ട് കേട്ടിരിക്കാനായിട്ട് വരാം. പിന്നെ അതുപോലെ കുറച്ച് ബുക്സ് ഉണ്ട്, അത് വായിച്ചിരിക്കാനായിട്ട് വരാം. അങ്ങനെ മൊത്തത്തിൽ നമുക്കൊരു കംഫർട്ട് സ്പേസ് ആണ്. മാനസികാരോഗ്യത്തെക്കുറിച്ച് പുതിയ തലമുറ ജാഗ്രതയുള്ളവരാണ്. ഇപ്പോൾ നമുക്കിവിടെ ഒരു സെഷന് വരുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു 18 ഏജ് ഉള്ള ഒരാൾ വരെ ഇവിടെ വരാറുണ്ട്. 18-17 വയസ്സുള്ള ഒരാൾ വരെ. അപ്പോൾ അത്രയ്ക്കും ഈ പറഞ്ഞ പോലെ മെൻ്റൽ ഹെൽത്ത് പബ്ലിക്കിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതൊരു ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുന്നുണ്ട്. ഇത് ഒരു ക്ലയൻറ്റ് സെൻട്രിക് അപ്രോച്ചാണ്. നമുക്കിപ്പോൾ ഈ സ്പേസിൽ വരുമ്പോഴേക്കും ക്ലയൻസിനെ തന്നെ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്പേസ് സെലക്ട് ചെയ്ത് അവർക്ക് തെറാപ്പിസ്റ്റിനെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയുണ്ട്. ഇക്കാണുന്ന ഇടം സാഹചര്യത്തിനനുസരിച്ച് കഫേയായും ഓപ്പൺ സ്റ്റേജായും ചർച്ചാവേദിയായും സൗഹൃദ സംഭാഷണത്തിനുള്ള ഇടമായും ഒക്കെ മാറും. 5 സൈക്കോളജിസ്റ്റുകളും 2 സൈക്കാട്രിസ്റ്റുകളും അടങ്ങുന്ന വിദഗ്ധരുടെ സേവനവും ഇവിടെ ലഭിക്കും. മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സമൂഹം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കാപ്പിനസിൻ്റെ പ്രാധാന്യവും ഏറുന്നത്. ആശുപത്രിയുടെ ചുറ്റുപാടുകളിലല്ലാതെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങളെ, വിഹുലതകളെയൊക്കെ ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരിടം. അതാണ് കാപ്പിനസിനെ വ്യത്യസ്തമാക്കുന്നത്. ക്യാമറ പേഴ്സൺ സുനിലിനൊപ്പം ടി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാലക്കാട് കണ്ണമ്പ്ര കല്ലിങ്കൽ പാടത്ത് 3 പേർക്ക് തെരുവു നായയുടെ കടിയേറ്റിരിക്കുന്നു. കല്ലിങ്കൽ പാടം സോമൻ, കുന്നുംപുറം ചന്ദ്രിക, രാജേഷ് എന്നിവർക്കാണ് കടിയേറ്റത്. ഇന്ന് രാവിലെ 5:30യോടെയാണ് ചന്ദ്രികയ്ക്ക് കടിയേറ്റത്. വീടിന് പുറത്തുള്ള അടുപ്പിൽ ചായ വയ്ക്കുന്നതിനിടെ തെരുവു നായ ആക്രമിക്കുകയായിരുന്നു. ചന്ദ്രികയ്ക്ക് കൈക്കും കാലിനുമാണ് കടിയേറ്റത്. ഇന്നലെ ഉച്ചയോടെയാണ് സോമന് കടിയേറ്റത്. വീടിനകത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് സോമന് നായയുടെ കടിയേറ്റത്. നായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു. ടിനി ടോമിനെതിരെ പരാതി നൽകി അൻസിബ. സ്ത്രീ എന്ന നിലയിൽ തന്നെ അപമാനിച്ചു, തുടർച്ചയായി സൈബർ ആക്രമണം നടത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. വർഗീയ അധിക്ഷേപങ്ങൾ നടത്തിയതിനെതിരെയും പരാതിയിലുണ്ട്. ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ മിന്നൽ പരിശോധനയിൽ കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിലായി. മണക്കടവ് കളത്തിങ്കൽ ജിഷ്ണുവാണ് പിടിയിലായത്. ഡാൻസ് ഓഫ് സംഘവും പന്തീരങ്കാവ് പോലീസും ചേർന്ന് വള്ളിക്കുന്ന് ഭാഗത്ത് ഇന്നലെ രാത്രി നടത്തിയ പരിശോധനയിൽ യുവാവിൽ നിന്ന് 111 ഗ്രാം കഞ്ചാവും മയക്കുമരുന്ന് കുത്തിവെക്കാൻ ഉപയോഗിക്കുന്ന സിറിഞ്ചുകളും കണ്ടെടുത്തു. മറ്റൊരു കേസിൽ പാറോപ്പടി സ്വദേശി സോഹനം പിടിയിലായിട്ടുണ്ട്. നടക്കാവ് പോലീസും ഡാൻസ് ഓഫും ചേർന്ന് പ്ലാനറ്റോറിയത്തിന് അടുത്ത് വെച്ചാണ് ഇയാളെ പിടികൂടിയത്. കോഴിക്കോട് മുക്കത്തെ MDMA കേസിൽ ചാടിപ്പോയ പ്രതി പിടിയിലായി. മുക്കം സ്വദേശി മുഹമ്മദ് അനീഫയാണ് പിടിയിലായത്. തെളിവെടുപ്പിനായി ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഗുജറാത്തിൽ വെച്ച് പ്രതി രക്ഷപ്പെടുകയായിരുന്നു. 10 ദിവസം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത്. ഫിഫ ഫുട്ബോൾ ലോകകപ്പിനുള്ള ഖത്തറിൻ്റെ 26 അംഗ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. മലയാളിയായ കണ്ണൂർ സ്വദേശി തഹസീൻ മുഹമ്മദ് ജംഷിദും ടീമിലുണ്ട്. ലോകകപ്പ് ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളിയാണ്. ഖത്തർ ദേശീയ ടീമിനായി അണ്ടർ-19, അണ്ടർ-16, അണ്ടർ-17 വിഭാഗങ്ങളിൽ കളിച്ചിട്ടുണ്ട്. ജൂൺ 11 മുതൽ US, മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിൽ നടക്കുന്ന ലോകകപ്പിൽ ഗ്രൂപ്പ് ബിയിൽ കാനഡ, സ്വിറ്റ്സർലാൻഡ്, ബോസ്നിയ എന്നീ ടീമുകൾക്കൊപ്പമാണ് ഖത്തറിന്റെ സ്ഥാനം. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3ാം മത്സരം ഇന്ന്. കൗണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 11 മണി മുതലാണ് മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും 2ാം മത്സരം ഇംഗ്ലണ്ടും ജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിന്റെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ടീം ഇന്ത്യയ്ക്ക് ഓപ്പണർ സ്മൃതി മന്ദാനയുടെ ഫോം നിർണായകമാണ്. മറുവശത്ത് എമി ജോൺസിനെ മാറ്റി നിർത്തിയാൽ ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയും മോശം ഫോമിലാണ്.
ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.